ഇതിനെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാത ദൈവജനവുമായി സംസാരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. നല്ല നിലത്ത് വിതയ്ക്കപ്പെടുന്നതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. മത്തായി സുവിശേഷം 13-ാം അധ്യായം യേശുവിന്റെ 7 ഉപമകൾ കിടപ്പുണ്ട്. യേശുവിന്റെ മശിഹാത്വം എന്നുള്ളത് തെളിയിക്കപ്പെടുമ്പോൾ പ്രവചന നിവൃത്തികൾ നിവർത്തീകരിക്കേണ്ടതിന്, തിരുവഴുത്തുകൾക്ക് നിവർത്തി വരേണ്ടതിന് യേശു ഉപമകളിലൂടെ ജനത്തോട് സംസാരിക്കുന്നു. ഉപമകളുടെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് സാധാരണക്കാരനായ മനുഷ്യന്റെ സാധാരണ വിഷയങ്ങളെടുത്ത് സ്വർഗരാജ്യത്തെ വെളിപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ വാക്കുകളാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലുള്ളത് നിങ്ങൾക്ക് പറഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? കാരണം ഭൂമിയിലുള്ളത് പോലും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പോൾ ഭൂമിയിലുള്ള കാര്യങ്ങളെ കാണിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തെക്കുറിച്ച് വിഭാവനം ചെയ്യുന്ന അനുഗ്രഹീതമായ സന്ദേശങ്ങളാണ് നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്ന് കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗരാജ്യത്തിൻ്റെ പ്രവേശനത്തെക്കുറിച്ചാണ് യേശുവിൻ്റെ സന്ദേശം. സ്വർഗരാജ്യത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുവാനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉപമകളിലൂടെ യേശു അത് തെളിയിക്കുക, അത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിപ്പിക്കുക. അപ്പോൾ ശിഷ്യഗണങ്ങൾ യേശുവിനോട് ഉപമകളുടെ അർത്ഥം ചോദിച്ചു. ഇതിന്റെ അർത്ഥം എന്താ? ആ അർത്ഥം അവർക്ക് യേശു പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നത്തെ ധ്യാന വിഷയത്തിൽ ആ ഉപമകളുടെ അർത്ഥമാണ്, സ്തോത്രം, യേശു പറഞ്ഞ ഒരു ഉപമയുടെ അർത്ഥം അവർക്ക് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ നോക്കണം, ഒരു വിതകാരൻ വിതയ്ക്കുന്നു. 4 ഇടത്ത് വിത്ത് ചെല്ലുന്നുണ്ട്. 4 ഇടത്ത്. ഒന്നാമതായിട്ട് ആ വിത്ത് ചെല്ലുന്നത് വഴിയരികില, രണ്ടാമത് പാറസ്ഥലത്ത്, മൂന്നാമത് സ്തോത്രം മുള്ളിന്റെ ഇടയില, 4-മത് നല്ല സ്ഥലത്ത്. അപ്പോൾ നോക്കണം, വിതകാരൻ എന്ന് പറയുന്ന മനുഷ്യന് ഒരു മാറ്റവുമില്ല. സ്തോത്രം, അവൻ വിതയ്ക്കുന്ന രീതിക്ക് ഒരു മാറ്റവും. വിതയ്ക്കുന്നതും എങ്ങനെ വിതയ്ക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, അതിന്റെ പ്രത്യേകതയൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ വിതച്ചു എന്നൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് നമ്മൾ കാണേണ്ടത്, സ്തോത്രം, ആ വിത്തും വേറൊരു വിത്തൊന്നുമല്ല. സ്തോത്രം, വിതകാരന് മാറ്റമില്ല. മെത്തേഡ് ഓഫ് സോയിങ് എന്ന് വെച്ചാൽ ആ വിതയ്ക്കുന്ന വിധം എന്ന് വെച്ചാൽ, സ്തോത്രം, അതിനൊരു രീതിയുണ്ട്, അതിനൊരു മാറ്റവുമില്ല. വിതയ്ക്കൊരു മാറ്റവുമില്ല. പക്ഷെ അതുപോലെ തന്നെ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആ വിത്തിനൊരു മാറ്റവുമില്ല. പക്ഷേ ഇവിടെ ഈ 4 സ്ഥലത്തു നിന്ന് കിട്ടുന്ന ഫലത്തിന് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും, സ്തോത്രം, അത് ആദ്യമേ തന്നെ ഇതിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ചിലതൊന്നും കിളിച്ചു വരുന്നുണ്ട്, ഫലമുണ്ടാകുന്നില്ല. അപ്പം ഈ 3 ഇടത്തും, സ്തോത്രം, ഫലം കിട്ടുന്നില്ല. എന്നാൽ 4-മത്തെ സ്ഥലത്താണ് ഫലം കിട്ടുന്നത്. ആ ഫലം കിട്ടുന്നതിനെ കുറിച്ച് യേശു പറയുന്നത്, നിലം ശരിയായെങ്കിൽ മാത്രമേ ഫലം കിട്ടൂ എന്നുള്ളത്. അപ്പൊ ഈ നിലം എന്താണ് എന്നുള്ളതാണ് ഈ പകൽക്കാലം നമ്മുടെ ചിന്ത. എന്താണ് നിലം? ഹല്ലേലൂയ, സ്തോത്രം. നിലം എന്നുള്ളത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഹൃദയം. എന്താണ് ഹൃദയം? നല്ല ഹൃദയം. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ഒന്നുകൂടി ഒരു അല്പം കൂടെ ഈ വചനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചാൽ ഗ്രഹിക്കാൻ കഴിയുന്ന ഹൃദയം. അത് യേശു, സ്തോത്രം, അത് പറയുന്നുണ്ട് ഋത്തുമുകളിൽ 14-മത്തെ വാക്യത്തിൽ, 13-14, നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഗ്രഹിക്കുന്നില്ല. അപ്പൊ ഗ്രഹിക്കാത്ത ഹൃദയമാണ്, സ്തോത്രം, ഫലം കൊടുക്കാതിരിക്കുന്നത്. ഒന്ന്, ഗ്രഹിക്കാൻ കഴിയാത്തതിന് കുറെ മേഖലകൾ പറയുന്നുണ്ട്. അതൊന്നും ഇന്ന് നമ്മുടെ ഈ ചെറിയ ധ്യാന ചിന്തയിലേക്ക് പോകുമ്പോൾ എനിക്ക് പറ്റില്ല പറയാൻ. പക്ഷേ
ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കുക, ഗ്രഹിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. അതിന് 73-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യത്തിലൊരു വാക്യം, ഞാനിത് ഗ്രഹിക്കുവാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. 73-ാം സങ്കീർത്തനം ആസാഫ് എന്ന് പറയുന്ന അനുഗ്രഹീത ഒരു ദൈവദാസൻ പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്ന, പാട്ടുകൾ പാടുന്ന, പ്രവചിക്കുന്ന, ആലയത്തിനകത്ത് സ്തോത്രം ശുശ്രൂഷകൾ ചെയ്യുന്ന, സ്തോത്രം അനുഗ്രഹീത ഒരു ദൈവദാസൻ, സ്തോത്രം തൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളെ ഹല്ലേലൂയ കണ്ടപ്പോൾ തന്നെയും ദുഷ്ടനെയും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ, ദുഷ്ടന്മാർ, ആലയത്തിൽ വരാത്തവൻ, ദൈവത്തെ സേവിക്കാത്തവൻ, ദൈവത്തെ അറിയാത്തവൻ ഉയർച്ചയുണ്ടാകുന്നു, തനിക്ക് കഷ്ടതയുണ്ടായി, ഇതൊക്കെ താനിങ്ങോട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഹല്ലേലൂയ അവിടെ പറയും, ഇത് ഗ്രഹിക്കുവാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഗ്രഹിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കുക, സ്തോത്രം. അല്ലെ അതിൻ്റെ അർത്ഥം അറിയുക എന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. കണ്ണുകൊണ്ട് കണ്ടിട്ടും ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതെയും കാണാതെയും ഇരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച്, കണ്ണുണ്ട്, കാണുന്നുണ്ട്, സ്തോത്രം, ചെവിയുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷേ അർത്ഥം മനസ്സിലാകുന്നില്ല, ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ, സ്തോത്രം, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്തോത്രം. കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ല, അതാണ് ഗ്രഹിക്കുക എന്നുള്ളത്. ഇത് മറിയയുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. നമുക്കറിയാം, സ്തോത്രം, ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 51-ാമത്തെ വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറേത്ത് വന്ന് അവർ കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമ്മൾ മറിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, അവൾ ദൂത് കേട്ടതാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്, യേശുവിടെ ഉദരത്തിൽ വളർന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, യേശു ആരായി തീരും, ഇതെല്ലാം വ്യക്തമായി അറിയുന്ന ഒരു പെൺകുട്ടിയാണ് മറിയ. പക്ഷേ പലതും ചില സമയങ്ങളിലൊക്കെ അവൾക്ക് മനസ്സിലാക്കാതെ പോയി. സ്തോത്രം. പിന്നീട് ഈ വാക്യത്തിൽ വരുമ്പോൾ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ആരാണെന്ന് തനിക്ക് മനസ്സിലാകുവാനായിട്ട് തുടങ്ങി. സ്തോത്രം. ഞാൻ പറയുവാൻ വന്നതിൻ്റെ അർത്ഥം ഗ്രഹിക്കുക എന്നുള്ളതാണ്. ഗ്രഹിക്കുന്ന ഒരു ഹൃദയത്തിൽ മാത്രമേ ഫലമുണ്ടാകുകയുള്ളൂ. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഫലമുണ്ടാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ഒരു കാര്യം പറയുമ്പോൾ അത് ചെയ്താൽ ഹല്ലേലൂയ സ്തോത്രം അതിന് ഫലമുണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം എന്നുള്ളത്, സ്തോത്രം, യേശുവിനെ കുറിച്ച് അറിയുന്നവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ. അങ്ങനെ അറിഞ്ഞവർക്ക് മാത്രമേ അത് ഫലം ചെയ്യുകയുള്ളൂ. നോക്കണം, 12 വർഷം രക്തസ്രാവക്കാരിയ സ്ത്രീ, യേശുവിനെ കുറിച്ച് നന്നായവർക്കറിയാം. സ്തോത്രം. അവൾ യേശുവിന്റെ വസ്ത്രം തൊടുകയാ, അവൾക്ക് ആ തൊടൽ ഫലം ചെയ്തു. അവൾ അത് ഹല്ലേലൂയ അവളുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായി. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ നിലവിളിക്കുക, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഇവൻ എങ്ങനെ മനസ്സിലായി ഇവൻ ദാവീദ് പുത്രനാണെന്ന്? ദാവീദ് പുത്രനായ മശീഹയാണെന്ന്. സ്തോത്രം. ആ മശീഹയാണെന്ന് ബോധ്യപ്പെട്ട് അവൻ വിളിക്കുന്ന വിളി, സ്തോത്രം, അവന്റെ ജീവിതത്തിൽ കാഴ്ച പ്രാപിപ്പാൻ കാരണമായി തീർന്നു. സ്തോത്രം. യേശുവിനെ അറിയുക എന്നുള്ളത്. കനാന്യ സ്ത്രീ വന്നിട്ട് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് സംഭാഷിക്കുമ്പോൾ അവൾ യേശുവിനെ വാക്ക് കേട്ടിട്ട് പോകുകയല്ല, യേശുവിൽ നിന്ന് അത് പ്രാപിക്കുവാൻ തക്കോളം വീണ്ടും വീണ്ടും യേശുവിന്റെ വാക്കുകൾക്ക് പ്രതികരിച്ചു നിൽക്കുന്നവിടെ കാണുവാനിടയായി തീർന്നുണ്ട്. അവൾക്കറിയാം യേശുവിൽ അതിൽ നിന്ന് തൻ്റെ മകളുടെ ഭൂതോപദ്രവം മാറാൻ യേശു മതിയായവനെന്ന് അവൾ അറിഞ്ഞപ്പോൾ ഹല്ലേലൂയ യേശു ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ ഓരോ വാക്കിന് മുമ്പിൽ തൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ആ വാക്കുകളെ തിരിച്ചുവിടുന്ന നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ഇതെല്ലാം ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഗ്രഹിക്കുവാൻ കഴിയുന്നവന് ഫലം ചെയ്യും. എന്ന് പകൽക്കാലം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയണം. മറിയ സംഗ്രഹിച്ചു. മറിയയ്ക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞ യേശു ആരാണെന്ന്. ആസാവ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം യഹോവയായ ദൈവം എന്താണ് ദുഷ്ടനെ ചെയ്യുവാൻ പോകുന്നതെന്ന് അവന് മനസ്സിലായി. വഴുവഴുപ്പ് നിർത്തുക, പിന്നെ അവനെ കാണത്തില്ല. എന്നാൽ നിലനിൽക്കുന്നതും നിത്യമായതും നീതിമാന്റെ അനുഗ്രഹമാണ് തനിക്ക് മനസ്സിലായി. ഗ്രഹിക്കാൻ കഴിയുന്നു. ഇന്ന് പകൽക്കാലം ഗ്രഹിക്കാൻ പറ്റിയ ഒരു ഹൃദയത്തിനു വേണ്ടി ദൈവത്തോട് ചോദിക്കാം. ഗ്രഹിക്കാൻ പറ്റിയ ഒരു ഹൃദയത്തിന് മാത്രമേ ഹല്ലേലൂയ ഫലം കിട്ടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു കുടുംബജീവിതം നയിക്കുന്ന തലമുറയെ വളർത്തുന്നവർ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പുകൾ വെക്കുമ്പോഴും ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴും കാര്യത്തെക്കുറിച്ച് വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി മാത്രമേ, മനസ്സിലാക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ഹല്ലേലൂയ അതിൻ്റെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ, അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു
ഒരു ഹൃദയം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഹൃദയം ഉണ്ടാകണം. അതാണ് നല്ല നിലമെന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിലൂടെ ഉള്ള വിടുതലിനെ കുറിച്ച് വ്യക്തമായ ഒരു സ്തോത്രം, ഹല്ലേലൂയ, മനസ്സിലാക്കൽ ഒരു മനുഷ്യനുണ്ടാകണം. ഹല്ലേലൂയ, സ്തോത്രം. തൻ്റെ ഉദരത്തിൽ ജനിച്ച കുഞ്ഞ് ഹല്ലേലൂയ വളർന്നു വരുമ്പോൾ അവൻ ആരായിത്തീരും എന്നത് വ്യക്തമായി മറിയ ഗ്രഹിച്ചു എന്നുള്ളതാണ്. അവളെ കഷ്ടത മുഴുവനും ഏറ്റെടുക്കുവാൻ തയ്യാറായതും, സ്തോത്രം, ഹല്ലേലൂയ, അവൾക്കൊരു പരാതിയുമില്ലാത്തത്, സ്തോത്രം. അവൾ ഹല്ലേലൂയ ജയിച്ചതെല്ലാം അത് ഗ്രഹിച്ചു എന്നുള്ളത്, മനസ്സിലാക്കി എന്നുള്ളത്. ഇന്ന് പകൽക്കാലം, സ്തോത്രം, നാം പോകുന്ന പന്ഥാവുകളെ കുറിച്ച് വ്യക്തമായ അറിവ് നമുക്കുണ്ടാകട്ടെ. യേശുവിടെ പറയുകയാണ്, 4 നിലമുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ആ നിലത്തിൽ ഹല്ലേലൂയ ഗ്രഹിച്ചവന്റെ നിലത്തിൽ നിന്നാണ് ഫലമുണ്ടായത്. ഹല്ലേലൂയ, മനസ്സിലാക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നാണ് ഫലമുണ്ടായത്. അല്ലാത്ത ഹൃദയത്തിൽ നിന്നൊന്നും ഫലമുണ്ടായില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഗ്രഹിക്കുവാനായ ഹൃദയം ദൈവത്തോട് ചോദിക്കാം. അത് നമുക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ വലിയ ഫലം ഉണ്ടാകുവാനിടയായിട്ടും. അത് ഏത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും വ്യക്തമായ അറിവും മനസ്സിലാക്കലും നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥനെ കുറിച്ച് വ്യക്തമായ അറിവും മനസ്സിലാക്കലും നമുക്കുണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ, സ്തോത്രം, നമുക്ക് അനുഗ്രഹങ്ങൾ അനുഭവിപ്പാനിടയായി തീരുമെന്ന് പറഞ്ഞ് ഞാൻ ഈ വചനം ഇവിടെ നിർത്തുമ്പോൾ ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഇന്ന് പകൽക്കാലം, സ്തോത്രം, ഹല്ലേലൂയ, ഗ്രഹിക്കുവാനൊരു ഹൃദയം ഞങ്ങൾക്ക് തരണം. ഹല്ലേലൂയ. ബാഹ്യമായ കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതല്ലപ്പ, ദർശിക്കുക എന്നുള്ളതല്ല, കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, ആ കാണുന്ന കാഴ്ചകളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം, കേൾക്കുന്ന വാക്കുകൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം, ആ ഹല്ലേലൂയ, സ്തോത്രം, ആ കണ്ണ്, ആ ചെവി, ആ ഹൃദയമൊക്കെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തടിച്ച ഹൃദയമല്ല, മരവിച്ച ഹൃദയമല്ല, മനസ്സിലാക്കാൻ കഴിയാത്ത ഹൃദയമല്ല, മനസ്സിലാക്കാൻ പറ്റുന്ന ഹൃദയം ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കർത്താവേ, ഹല്ലേലൂയ, ചിലർക്ക് കർത്താവെ ഗ്രഹിക്കുവാനുള്ള ഹൃദയം കൊടുത്ത് ഫലമുളവാക്കുവാൻ, ജീവിതത്തിൽ ഫലമുളവാക്കുന്നവരായി നിർത്തുവാൻ കർത്താവ് സഹായിക്കണം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവത്തിന്റെ ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.